പഴയതാണോ? എന്താണ് എന്താണ് എന്ത് കറക്റ്റ് സൈഡ് കറക്റ്റാ. മാവേല. അപ്പൊ സത്യമലയാളി നമ്മൾ എത്ര ഉദ്ദേശിക്കുന്നത്? നാളെ ആയിക്കോട്ടെ. ചായ നിങ്ങൾ കടുപ്പത്തിൽ വെള്ളം കുറച്ചിട്ട് ഒന്ന് തന്നെ. ഉണ്ണിയെ ചായന്റെ കാര്യമല്ല, ക്യാമറന്റെ കാര്യമാണ് സംസാരിക്കണത്. ഉണ്ടാണ്ടിരി അവിടെ അതൊന്നും മതിയല്ലോ. ഒന്നോ? ഒരെണ്ണം മതി. വല്ല വഴിപോക്കരോ അല്ലെങ്കിൽ കള്ളന്മാരാരെങ്കിലും ചാടി വരണ്ടെങ്കിൽ അത് നമുക്ക് കാണണം. അത്രല്ലേ വേണ്ടു. ഇല്ല സത്യേട്ടാ, മൂന്നാലെണ്ണം വെച്ചോ. കള്ളന്മാരിപ്പൊ ഫ്രണ്ടിൽ നിന്ന് തന്നെ വരണോന്നില്ലല്ലോ. അവര് ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെയാണ് ഇപ്പൊ കേറണതേ. അതെ, ഇപ്പത്തെ ട്രെൻഡ് 8 എണ്ണം കേട്ടോ. 8 എണ്ണം അഷ്ടദിക്കുന്ന കാഴ്ചയാണേ. ഇപ്പൊ അധിക വീടുകൾ ഞങ്ങൾ 8 എണ്ണം വെക്കണേ. ഏത് വീട്ടിലെ 8 എണ്ണം ഒരുമിച്ച് വെച്ചത്? സത്യേട്ടൻ പറഞ്ഞ കറക്റ്റാ. ഒറ്റ ഒന്ന് മതി. അതെ, നമ്മൾ രണ്ടുപേരും 8 എണ്ണം ഒരുമിച്ച് കണ്ടിട്ടില്ല ഇതുവരെ. ഒരു മിനിറ്റ് സത്യേട്ടൻ. അവിടെ വെക്കണം. 20 ഉറുപ്പ്യ പോകുമ്പോ ഒരു ചായ കുടിക്കുക, ബസ്സിനീസും കൊടുക്കുക, 10 ഉറുപ്പ്യ കയ്യിൽ വെച്ചോ. പോകുമ്പോ ഞാൻ ചായ കുടിച്ചോളും. ബസ്സിന് പോകുന്നില്ലല്ലോ, ഞാൻ മുതലാളിന്റെ കൂടെയാണല്ലോ വരുന്നത്. ഒരു കാര്യം പറയും, ആവശ്യമില്ല. സത്യേട്ടൻ പറഞ്ഞ കറക്റ്റാ. ഒറ്റ ഒന്ന് മതി. ഒന്ന് മതി. അല്ല, അത് ഒന്നിന്റെ ഒരു പ്രശ്നം പ്യാരി ഒന്ന് പറഞ്ഞു കൊടുത്തേ. അല്ല, ഈ 8 എണ്ണത്തിന്റെ ഒരു പാക്കേജ് അല്ലേ? പാക്കേജാണ്. അപ്പൊ സത്യേട്ടാ, ആ പാക്കേജ് ബുക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ 4 എണ്ണം ഇവിടെയും പിടിപ്പിക്കുക, ബാക്കി പറഞ്ഞ 4 ക്യാമറ എന്റെ വീട്ടിലും പിടിപ്പിക്കാല്ലോ. അല്ലോ, അത് നടക്കൂലേ? അത് ഒരു വീട്ടിലേക്കുള്ള പാക്കേജ് ആണല്ലോ. അത് ഒരു വീടായിട്ട് കാണിച്ചാ പോരെ? അതെ, അത് നടക്കൂല. എന്റെ മോനാളി ഒന്ന് ചെയ്തു കൊടുക്ക്, നമുക്ക് 8 എണ്ണം ഒരുമിച്ച് കാണാലോ. അതെ, അങ്ങനെയാണെങ്കിൽ പകുതി പൈസ ഓനും തരും, പകുതി പൈസ ഞാനും കൊടുക്കാം. അങ്ങനെയാണോ? കുഴപ്പമില്ലല്ലോ. പൈസയുടെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. 8 എണ്ണം ഇവിടെ ഫ്രീ കിട്ടുമ്പോ 4 എണ്ണം വീട്ടിൽ വെക്കാല്ലാന്നാ കരുതിയത്. അങ്ങനെ ചുളിവില. അല്ല, അതെന്തായാലും നടക്കൂല. കാരണം ഇത് 2 റിസീവർ ഒക്കെ വേണേ, വലിയ പ്രശ്നമാണ്. അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരു റിസീവർ മതി. ഞങ്ങൾ ഒരു കുടുംബം പോലെ താമസിക്കണല്ലേ. അല്ല, അത് നടക്കൂല. നമുക്ക് ഇവിടെ 8 എണ്ണം വെച്ചാലാന്ന്. അതെ സത്യേട്ടാ, ഇനി അതിലൊരു തർക്കം വേണ്ട. 4 എണ്ണം കൂടെ ആയിക്കോട്ടെ. അതാണ് മോളുടെ ഒക്കെ ഒരു കല്യാണാലോചന വരുമ്പേ വീട്ടിൽ എത്ര CCTV ക്യാമറ ഉണ്ടെന്നൊക്കെയാണ് ഇപ്പൊ ചോദിക്കണത്. അല്ല, അതൊക്കെ ചോദിക്കേണ്ടത് ശരി തന്നെയാണ്. അതുമല്ലെന്ന്, നമ്മളെ ഈ ഏരിയയിൽ ഇപ്പൊ CCTV ക്യാമറ ഇല്ലാത്ത വീടില്ലല്ലോ. അത് തന്നെ. മുതലാളിയുടെ വീട്ടിലുണ്ടാ വെറുതെ പടായി പറയുന്നത്? സത്യേട്ട ഒറ്റ ഒന്ന് മതി. അതെ മൊയ്തോ, എനിക്കിപ്പോ വീടിന്റെ ചുറ്റോറം ക്യാമറ വെക്കാൻ ഒരു താല്പര്യമില്ല. എന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ വെച്ചാല്, ഞാൻ ഇവിടുന്ന് രാവിലെ ഓഫീസിൽ നേരത്തെ പോകുമല്ലോ. വൈഫ് മുറ്റടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആ മതിലിന്റെ അപ്പുറം നിന്നിട്ട് ആരോ ഒരാൾ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് വീട്ടിലേക്ക്. അതാരാന്ന് കണ്ടുപിടിക്കണം. ഇവള് പോയി നോക്കുമ്പോ ഇയാളെ കാണാനില്ല. ഈ ഒരു ഉദ്ദേശത്തിനല്ല ഇപ്പൊ നിങ്ങൾ ക്യാമറ വെക്കണേ? ആ ഒരൊറ്റ ഉദ്ദേശത്തിന് വെക്കണേ. അങ്ങനെയാണെങ്കിൽ 4 എണ്ണം നിർബന്ധമായിട്ട് വെക്കണം. അതെന്തിനാണ് പറയുന്നുണ്ടെന്ന് തോന്നരുതേ. ഈ ചങ്ങാതി വന്നിട്ട് അവിടുന്ന് ഗോഷ്ടി കാണിക്കുമ്പോഴേ നിങ്ങളെ ഭാര്യ തിരിച്ചങ്ങോട്ട് വല്ല സിഗ്നലും കാണിക്കണ്ടോന്നും കൂടി എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിക്കാൻ? വേണ്ടാത്തൊന്നല്ല, നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യം. ചേച്ചി ആട്ടാ ഇപ്പൊ എല്ലാം ഇത് എന്നാ പിന്നെ ഒന്ന് മതി. ഒന്ന് മതിന്ന് എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ, അവര് ഫിറ്റ് ചെയ്യട്ടെ. അല്ലെങ്കിൽ പിന്നെ റിസ്കിന് നിക്കണ്ട മൈതോ. 4 എണ്ണം വെച്ചോ അല്ലേ? അതാണ് അതിന് കറക്റ്റ്. എന്നാ പിന്നെ ഇവിടുന്ന് നേരെ ഗേറ്റിലേക്ക് വരണം. പിന്നെ ആ ഭാഗത്തു നിന്നാണ് ഈ ഒളിഞ്ഞോട്ടം. അവിടേക്ക് ഒന്ന് വെക്കാം. ഒന്ന് ആ ഭാഗത്തേക്കും വെക്കാം കേട്ടാ. പിന്നെ ഈ കോമ്പൗണ്ടിന്റെ അവിടെ ഒന്ന് കന്നിമൂല. അപ്പഴേ ഉണ്ണിയെ പെട്ടി പറഞ്ഞ 3 എണ്ണത്ത് പുറത്തു. പിന്നെ വേറെ കാര്യം, ഇനി അതിന്റെ വേറെ എന്തൊക്കെയാ പരിപാടി എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇവന് പറഞ്ഞു കൊടുക്കും. എനിക്ക് തലയിൽ കയറില്ല. അതാണ് ആയിക്കോളും. ഞങ്ങൾ പണി കൊടുക്കാനാണ്. പെട്ടി തുറക്കണ 3 എണ്ണത്ത് പുറത്തിട്. കൊണ്ട ചായ കുടിച്ചിട്ട് തുടങ്ങാൻ വെച്ചിട്ട് വരുന്നു, പോയിട്ട് വരാം. എന്നാലും സത്യേട്ടാ, ചേച്ചീനെ ഒളിഞ്ഞു നോക്കണ ആരായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കണത്. കുറച്ച് പ്രായമുള്ള ഒരാളാന്ന് നമ്മള് പറഞ്ഞത്. ആണോ? നരണ്ട് ഇത്ര. അതിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊക്കാം. അല്ല, അത് നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ. ഉറപ്പല്ലേ? വേറൊരു കാര്യം, ഇവിടെ ഈ ക്യാമറ വെച്ചിട്ടുണ്ട് എന്നുള്ളത് നാട്ടിൽ കൂടെ ആരോടും പറയണ്ട. അതെന്തിനാണ്? അല്ല, അത് അവന്മാരോടും പറയണം. അത് പറയാ, അവന്മാരത് പറയൂല, അവരുടെ ബിസിനസ് അല്ലേ. ഇവിടെ നിന്നറിഞ്ഞു എന്റെ അടുത്ത്. അവനെന്തൊരു പിടിപ്പില്ല. അവന് ചെറിയൊരു വേവ് കുറവുണ്ട്. പറയൂല അവൻ.
എന്താ ശീതള? ആ ആ, ഏ, അല്ല ഏ? മന്മേട്ടൊന്ന് പോയില്ലേ? ഞാൻ പോയില്ല. ആ. വയറിന് ചെറിയൊരു പ്രശ്നം. അയ്യോ, ഉം. എന്ത് പറ്റി? ഒന്നുമില്ല, ചെറിയൊരു ഇന്നലെ കഴിച്ചതിന്റെ ഒരു എന്തോ പ്രശ്നം. ആണല്ലേ? എന്താ വന്നത്? ഇല്ല, ഞാൻ ഒരു ഇതേ എന്ത് ഒരു മരണം ഉണ്ടായി. മരണോ? എവിടെ? ആര്? അല്ല, ഒരു എലി മരിച്ച്. എലി മരിച്ച? അല്ല, ചത്ത്. ആ, അതിന് അല്ല, അപ്പൊ അതിനൊന്ന് കുഴിച്ചിടാൻ വേണ്ടി ഇതാക്കാൻ. ഇവിടെ ഒന്നും കുഴിച്ചിടാൻ പറ്റില്ല. അല്ല, ഇവിടെ കുഴിച്ചിടാനല്ല മന്മേട്ടാ, വീട്ടിൽ തന്നെയാണ്. അതിനിപ്പോ എന്താ വേണം? ഇല്ല, ഞാൻ അപ്പൊ മറ്റേ മന്മഥൻ അല്ല, മമ്മട്ടി ഒന്ന് എടുക്കാൻ. മമ്മട്ടി. ആ ആ. അല്ല, ഈ 2 ദിവസം മുമ്പ് നീ ഒരു പൂച്ചയത്തെന്ന് പറഞ്ഞ് കുഴിച്ചിടാ ഇവിടെ നിന്ന് മമ്മട്ടി എടുത്തോണ്ട് പോയല്ലോ. അല്ല, ഇവിടെ ശാരദേച്ചിയുടെ പൂച്ചയില്ലേ, ആ. ആ വലിയ പാലുള്ളത്, ആ. അത് ചത്തിരുന്ന് കഴിഞ്ഞ ആഴ്ച. ഓ. അതിനെ കുറിച്ചിടാൻ വേണ്ടി എടുത്തതാണ്. അപ്പൊ ഈ ചാവള കേസല്ല നീ തന്നെയാണ് ഏറ്റെടുത്തത്? വേറെ ആരും ഇല്ല ഇവിടെ? എല്ലാരും പണിക്ക് പോണല്ലേ, അപ്പൊ ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ ആ. ചെയ്യണേ. നമുക്ക് പണിയൊന്നും ആയില്ലേ അല്ലേ? ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് നിൽക്കാനുള്ള. ഇത് കുറേ വർഷം ആയില്ലേ? ഇപ്പൊ ഈ പ്രാക്ടീസിന് വന്നപ്പോഴേ അവര് പാത്രം കഴുകാൻ പറഞ്ഞപ്പോ അങ്ങനെ ഇട്ടിട്ട് പോന്നാണ്. ശരി ശരി, മമ്മട്ടി അവിടെ ഇരിപ്പുണ്ട്. ചെല്ല്. ഉവ്വ. ആ, പിന്നെ ആ. ഈ അടിക്കടിക്ക് മമ്മട്ടി എടുക്കാൻ വന്നാണ്ടല്ലോ, ഞാൻ അതിന് വാടക ചാർജ് ചെയ്യും കേട്ടാ. പിന്നെ ശവാണ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തിരിച്ചുകൊണ്ട് വെച്ചേ. ഞാൻ അവിടെ തന്നെ കൊണ്ടുവന്ന് ചെല്ലു ചെല്ലു. ഓ, സാധനം കൊണ്ടുവന്നത് ഇല്ലാന്ന്. അപ്പുറത്ത് പത്രം വായിക്കാണ്, ഞാൻ കണ്ടിട്ടല്ലേ വന്നത്. ഞാൻ കണ്ട അപ്പുറത്തിരുന്ന് പത്രം വായിക്കാണ്. എന്താണ്, വേഗം പറഞ്ഞിട്ട് പോ. ഞാൻ നിനക്കൊരു സാധനം മേടിച്ചാണ്. ഏയ്, കൈ കാണിച്ചേ. കൈ കാണിക്കാൻ ഇല്ലാന്ന്. സ്വർണ്ണൊന്നും അല്ല, അത് റോൾഡ് ഗോൾഡ് ആണ്. ഞാനതിന് എന്താണ് നല്ല വില ഉള്ളതാണ്. അതെ, പുത്തൻ സാധനമല്ലേ, മേടിച്ചാണ്. കൈ കാണിക്കും, ഇനി അച്ഛൻ പറഞ്ഞതിന് മുമ്പ്. രസമില്ലേ? കിടക്കട്ടെ. അതൊക്കെ ഉണ്ട് എന്റെ കയ്യിൽ, അതിനൊക്കെ കാശുണ്ടോ? നോട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. രസമുണ്ടല്ലേ? ഇല്ലാന്ന് അപ്പുറത്ത് പത്രം വായിക്കാണ്. നോക്കട്ടെ, ഇതിന്റെ ഈ സൈഡ് നോക്കട്ടെ. ഞാൻ പോണ്ട. അച്ഛൻ വരൂ. ഏയ്, ശീതള കിട്ടിയില്ലേ? ഞാൻ അങ്ങോട്ട് വരണോ? കിട്ടിയില്ലേ? കൊടുത്ത്. അല്ല, കിട്ടി കിട്ടി. ഇതെന്താ ഇത്? ഇത് ഇവിടുന്ന് കിട്ടിയാണ്. ഇവിടെ കിടക്കുന്ന സാധനമൊക്കെ എന്തിനാ എടുക്കണേ? അല്ല, ഇല്ല വന്നേട്ടാ, ഞാൻ പറഞ്ഞില്ലേ എലീന ഇതില് പൊതിഞ്ഞിട്ട് കുഴിച്ചിടാല. അതെ, നിനക്ക് ആവശ്യമുള്ള സാധനം നീ എടുത്തോ ഇവിടുന്ന്. എന്ത്? എന്താ? എടാ, മൺമട്ടി വേണ്ടേ? ദേ ഇരിക്കല്ലേ. മൺമട്ടി എടുത്തില്ല. അത് പാര. പാരയാണല്ല. അവിടെ വെക്ക്. മൺമട്ടി. എന്നാ പോകട്ടെ. പോ, എനിക്കിവിടെ ഇച്ചിരി പണിയുണ്ട്, അങ്ങോട്ട് പോ. അത് വീട്ട് തട്ടല്ലേ ആവശ്യമില്ലാതെ. അത് പഠിക്കണ്ടേ? അത് ഞാൻ കാണിച്ചു തരാം, അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. വെറുതെ അതും ഇടുന്നിട്ട് കുത്തിയിട്ട് കാര്യമില്ല. ഇതുണ്ട്, ഇപ്പൊ 4 ക്യാമറയുടെയും വീഡിയോസാണ് ഈ കിടക്കണം. അതെ, ശരിക്കും ആ മന്മഥന്റെ വീടിന്റെ ഭാഗത്തേക്ക് വെച്ചതുണ്ടല്ലോ, അത് അങ്ങനെ വെക്കണ്ടായിരുന്നു അല്ലേ? പിന്നെന്താ, അപ്പൊ ആ സൈഡിൽ നിന്നുള്ളത് നമുക്ക് കാണണ്ടേ? അല്ല, എന്നാലും വീടിന്റെ ഇങ്ങനെ അതല്ല, അതൊരു ക്യാമറക്ക് ഇത്ര ദൂരം ഉണ്ട്, അത് കിട്ടും. അത് ഡേ നൈറ്റ് ക്യാമറയാണ് ഇത്. രാത്രിയും ഇതുപോലെ തന്നെ ലൈറ്റ് ഉണ്ടാവും. ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ, മന്മഥന്റെ സൈഡിൽ. ഇത് മറ്റേ ഇവനല്ലേ?
അത് ശീതളൻ. അവള് ഇറങ്ങി വരണുണ്ടല്ലോ. എന്തോ ചുറ്റിക്കളി കണ്ടിട്ടാ സത്യേട്ടാ. വള ഇട്ട് കൊടുക്കാണ്. വള കൊണ്ട് അത് ശരി. കയ്യിലിട്ട് കൊടുക്കണം. ഉമ്മ കൊടുത്താണ്. എന്നോട് ഇന്നലെ വൈഫ് പറയണേ നല്ല പയ്യനാണെന്ന് അവൻ. ആ ഇവനെ കണ്ട് പഠിക്കണമെന്ന്. അതെ അയാൾ വന്നിട്ടാ. കണ്ടിട്ടില്ല. ഇയാള് ഹെൽമെറ്റ് വെച്ച് കിടന്നില്ലെങ്കിൽ ശീതളൻ തല ചവിട്ടി പൊളിക്കോട്ടെ രാത്രി. ഇയാളെന്ത് ഇങ്ങാട് നടന്നു തന്നെ മൂത്രമൊഴിക്കാൻ വൃത്തികെട്ടവൻ. എടോ ഞങ്ങളിവിടെ ഇരിപ്പുണ്ട്. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.